കയ്യും തലയും പുറത്തിടരുത്. അപകടം ഒഴിവാക്കാൻ വാഹനയാത്രയിൽ പാലിക്കേണ്ട ആദ്യ മുൻകരുതൽ. പക്ഷേ കൊച്ചി ധനുഷ്കോടി ദേശീയപാതയുടെ മൂന്നാർ ഗ്യാപ് റോഡിൽ ഇപ്പോൾ ഇതൊരു ട്രെൻഡാണ്. തേയിലത്തോട്ടത്തിന് ഇടയിലൂടെ വളഞ്ഞു പുളഞ്ഞു പോകുന്ന പാതയിൽ കയ്യും തലയും മാത്രമല്ല ഉടലും പുറത്തിട്ട് യാത്ര ചെയ്യുന്നത് പ്രത്യേക വൈബാണെന്ന് കരുതുന്ന ചില ചെറുപ്പക്കാർ നമുക്കിടയിലുണ്ട്. ഇവർ സ്വയം അപകടത്തിൽപ്പെടുക മാത്രമല്ല മറ്റു വാഹനയാത്രികരുടെ ജീവന് കൂടി ഭീഷണിയായി മാറുകയാണ്. കഴിഞ്ഞ 15 ദിവസത്തിനിടെ ഇത്തരത്തിലുള്ള 3 സംഭവങ്ങൾ തെളിവുകൾ സഹിതം പുറത്തുവന്നു. ഇതിൽ അവസാനത്തേത് ഇന്നലെ വൈകിട്ട് നടന്നതാണ്. പുതുച്ചേരി രജിസ്ട്രേഷനുള്ള വാഹനത്തിൽ കിലോമീറ്ററുകളോളമാണ് യുവാക്കൾ അപകടകരമായി യാത്ര നടത്തിയത്. അപകടങ്ങൾ നിറഞ്ഞ മലയോര പാതയിൽ വാഹനത്തിന്റെ വേഗത 60 കിലോമീറ്ററിന് മുകളിലെത്തി. ജൂൺ 13-നാണ് രണ്ടാമത്തെ സംഭവം. പത്തനംതിട്ട രജിസ്ട്രേഷനുള്ള വാഹനത്തിലെ യാത്രക്കാരാണ് അപകടകരമായി യാത്ര ചെയ്തത്. സമാനമായി ജൂൺ 2-ാം തീയതി ഉണ്ടായ സംഭവത്തിൽ ബൈസൺ വാലി സ്വദേശിയായ ഡ്രൈവറുടെ ലൈസൻസ് 1 വർഷത്തേക്ക് മോട്ടോർ വാഹന വകുപ്പ് റദ്ദാക്കിയിരുന്നു. വാഹനത്തിൽ യാത്ര ചെയ്തവർക്ക് സാമൂഹ്യ ആരോഗ്യ കേന്ദ്രം ശുചീകരിക്കുന്നതായിരുന്നു ശിക്ഷ. അപകടകരമായ രീതിയിൽ ഇങ്ങനെ വാഹനം ഓടിക്കുന്നത് മോട്ടോർ വാഹന നിയമത്തിനെതിരായും റോഡ് സേഫ്റ്റിക്കെതിരായിട്ടുള്ള പ്രവൃത്തിയായതിനാൽ 100% അവർക്കെതിരെ കർശനമായ നടപടി ഉണ്ടാവുന്നതാണ്. കുറ്റക്കാർക്കെതിരെ കർശന നടപടിയെടുക്കുകയും മോട്ടോർ വാഹന വകുപ്പ് പരിശോധന കർശനമാക്കുകയും ചെയ്താൽ മാത്രമേ ഇത്തരം നിയമലംഘനങ്ങൾ തടയാൻ കഴിയൂ. മാതൃഭൂമി ന്യൂസ്, ഇടുക്കി.